ഒരു മഴയും നമ്മളെ തളർത്തില്ല. ഇത്രയും വലിയൊരു സസ്പെൻഷൻ ബ്രിഡ്ജ് എന്റെ ലൈഫിൽ ഞാൻ കയറിയിട്ടില്ല തോന്നുന്നു. മറ്റേ കൊതുകിനെയും പല്ലിയിലൊക്കെ പേടിയിരുന്നുള്ളൂ. എന്റെ മോനെയും കൊണ്ട് ഞാൻ എങ്ങനെ പോകുന്നു അത്രയ്ക്ക് പേടിയാണ്. ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇതാ ഞങ്ങളുടെ 4ാമത്തെ ദിവസമാണ് ഇന്ന്. ഈ ഒരു ദിവസം ഞങ്ങളുടെ ട്രിപ്പിൻ്റെയും അവസാനത്തെ ദിവസം കൂടിയാണ്. ഈ ദിവസം രാവിലെ ഇപ്പോൾ 9:45 ഞങ്ങൾ നേരെ പോകാൻ പോകുന്നത് ഗോൾഡൻ സ്കൈ ബ്രിഡ്ജിലേക്കാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഭയങ്കര മഴയാണ്. അവിടെ ഓപ്പൺ ആണോ ഒന്നും നമുക്ക് അറിയില്ല. എന്തായാലും അങ്ങടേക്ക് പോവാം. അതിനുശേഷം പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക്. ഫൈനലി വി ആർ ഇൻ ദ ഗോൾഡൻ സ്കൈ ബ്രിഡ്ജ്. നല്ല മഴയാണ് ഇവിടെ, നല്ല മഴയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഗോൾഡൻ സ്കൈ ബ്രിഡ്ജ് മഴയത്ത് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മളൊരു എന്താ പറയുക, യെല്ലോ, വൈറ്റ്, പിങ്ക് ഷെയ്ഡ്സ് ഉള്ള റെയിൻ കോട്ട് എടുത്തേക്കാണ് കേട്ടോ. അങ്ങനെ പപ്പയ്ക്കും കിട്ടി, റോണനും കിട്ടി, ഐറനും കിട്ടി, എനിക്കും കിട്ടി. ിലേക്ക് നമ്മൾ പോവാണ്. സ്കൈ ബ്രിഡ്ജ് കാണാൻ പോവാണ്. സ്കൈ ബ്രിഡ്ജ് കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മുടെ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ഒക്കെ. പക്ഷേ ഈ പറഞ്ഞ പോലെ കിഡ്സ് ചെറുതായതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് അങ്ങനെ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യൽ നടക്കില്ല. പക്ഷേ എന്നാലും സിപ്പ് ലൈനും പൈപ്പ് കോസ്റ്ററും ഒക്കെ ഇവിടെയും ചെയ്യാമെന്ന് അവർ പറഞ്ഞു. ഇവിടെ ഒത്തിരി പ്ലേ ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ പിള്ളേർക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിലൊന്നാണ് ഇത്. മരത്തിൻ്റെ വെച്ചിട്ട് നല്ല വുഡൻ ട്രീ ഹൗസസ് പോലെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് പിള്ളേർക്ക് കളിക്കാനും ഓടാനും ചാടാൻ. പക്ഷെ ഇപ്പോൾ പറഞ്ഞ പോലെ മഴയായതുകൊണ്ടും എല്ലാം വെറ്റായതുകൊണ്ടും നമുക്ക് അങ്ങനെ സ്ലൈഡൊന്നും അത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പിന്നെ ഈ റെയിൻ കോട്ട് ഇട്ടതുകൊണ്ടും. അങ്ങനെ നമ്മൾ ഗോൾഡൻ സ്കൈ ബ്രിഡ്ജിൻ്റെ അടുത്തേക്ക് എത്തി ഗൈസ്. വെരി വെരി എക്സൈറ്റഡ്. ഫോട്ടോ എടുക്കാം. Wow. What a look. What a beautiful place. Golden Sky Bridge. Let's go. It's called Overbridge. There is a Overbridge. Experience. Safety of others. Selfie sticks are not permitted on the bridge. Thank you for visiting the Golden Sky Bridge. We hope you have an unforgettable. Rono, you can stay Papa hand if you want. Mona di പിടിച്ചായിരുന്നോ? So Papa can hold one. Don't worry, നല്ല വലിയ ശബ്ദം ഉണ്ടാ. റോഡ് മിക്കാറ് സിപ്ലൈ പോവില്ല കേട്ടോ. മറ്റേ കൊതുകിനെയും പല്ലിയിലൊക്കെ പേടിയിരുന്നുള്ളൂ. വേറെ ഫൈനലി അടിപൊളി. എനിക്ക് വയ്യ. ഇത്രയും വലിയൊരു സസ്പെൻഷൻ ബ്രിഡ്ജ് എൻ്റെ ലൈഫിൽ ഞാൻ കയറിയിട്ടില്ല തോന്നുന്നു. അടിപൊളിയാണ്. കുഞ്ഞിപ്പെണ്ണ് ഭയങ്കര ബ്രേവാണ് കേട്ടോ. നമ്മൾ വിചാരിക്കണ പോലെ ഒന്നല്ല. ഷീ വാസ് സോ ബ്രേവിന്. അവൾക്ക് തന്നെ നടക്കണമെന്നായിരുന്നു ആഗ്രഹം. ആദ്യം കുറച്ച് ഷെയ്ക്ക് ആയപ്പോൾ അവളെൻ്റെ കൈ പിടിച്ച് പിന്നെ വിടാൻ മറന്നു പോയിട്ടാന്ന് തോന്നുന്നു. ഇവിടെ എത്തിയപ്പോഴേ വിനാശത്തി ഓർത്തെ. റോണു ഇച്ചിരി പേടിച്ചു അല്ലേ റോണു? ഹൗസ് യുവർ എക്സ്പീരിയൻസ്? ഈ നോട്ടം മാത്രം മതി എന്നെ ദഹിപ്പിച്ച് കളയുന്ന നോട്ടം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇച്ചാൻ്റെ എക്സ്പീരിയൻസ് പറ. Really good. Experience എന്താണ് ലൈഫിലൊക്കെ? അതെ, ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം. നമ്മളിതാ ഗോൾഡൻ സ്കൈ ബ്രിഡ്ജ് ഇറങ്ങി വന്നു കഴിയുമ്പോൾ ഫുൾ ഓഫ് അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ആണ്. ഈ പറഞ്ഞ പോലെ പിള്ളേർ ചെറുതായതുകൊണ്ട് നമുക്ക് എല്ലാത്തിലും ഒന്നും കയറാൻ പറ്റത്തില്ല, പരിമിതികളുണ്ട്. എന്നാലും എനിക്കും റോണുവിനും അഡ്വഞ്ചറസ് പാസ് പ്രോജക്റ്റ് പറഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. എന്തിലൊക്കെ കയറാൻ പറ്റുമെന്ന് അറിയില്ല. സിപ്പ് ലൈൻ മാത്രമാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളൂ. കാരണം റോണുവിന് സിപ്പ് ലൈൻ മാത്രമാണ് എക്സ്ട്രാ ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റി ഉള്ളൂ, അവൻ്റെ ഹൈറ്റും വെയിറ്റും അനുസരിച്ച്. സോ സിപ്പ് ലൈൻ എടുത്തു. പക്ഷെ ആശാന് നല്ല പേടിയുള്ള ആളാണ്, കയറുമില്ല നമുക്കറിയില്ല. ട്രൈ ചെയ്ത് നോക്കാം.
ഓക്കെ, ഇതാണ് ഗൈസ് സ്കൈ സിപ്പ് ലൈൻ. ഞാനും റോണും കൂടെ പോകാൻ പ്ലാൻ ചെയ്യുന്ന സംഭവം. എൻ്റെ കർത്താവ്, അതിനുള്ള ധൈര്യം എനിക്കില്ലെന്ന് തോന്നുന്നു. ഞാൻ ഭയങ്കര ധൈര്യശാലിയാതായിരുന്നു എൻ്റെ വിചാരം. പക്ഷേ ഈ സ്കൈ സിപ്പ് ലൈൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ അത്ര ധൈര്യശാലിയല്ലെന്ന്. ഭയങ്കര പേടിയാവും. എൻ്റെ മോനെയും കൊണ്ട് ഞാൻ എങ്ങനെ പോകുന്നോ അത്രയ്ക്ക് പേടിയാവും. ആരോ ബേബി നമുക്ക് പോയാലോ? പപ്പയ്ക്ക് ആയിരുന്നു പോവാം. റെഡി എൻ്റെ കൂടെ സിപ്പ് ലൈൻ ചെയ്യാം. എൻ്റെ കൊച്ചിന് സിപ്പ് ലൈനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്താന്ന് അറിയാവോ? അദ്ദേഹം പോയണ്ട. ഞങ്ങൾക്ക് ആ പേടി എന്താന്ന് അറിയാറായിട്ടില്ല. അതുകൊണ്ട് അയ്യോ, അതിലും അമ്മയും പോവില്ല. അതിനുള്ള ധൈര്യം എനിക്കില്ല. ഊഞ്ഞാലാടാനുള്ള ധൈര്യം എനിക്കില്ല. ഞങ്ങളിതാ റെയിൽ റൈഡ് മൗണ്ടൻ കോസ്റ്ററിലേക്ക് എത്തി. സംഭവമാണ്. നല്ല ടെൻഷൻ ഉണ്ട് ഉള്ളില്. എങ്ങനെയാവും നമുക്ക് നോക്കാം. നമ്മൾ ഉദ്ദേശിച്ച റൈഡ് അല്ല. റോണ് ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ അല്ല എങ്കിൽ പോലും വലിയ കുഴപ്പമില്ലാത്തതാണെന്ന് തോന്നുന്നു കേട്ടോ. ഫുൾ ജസ്റ്റ് ഗോ ചെക്ക് ഇറ്റ് ഔട്ട്. അങ്ങനെ കുഞ്ഞും ഞങ്ങള് പോവാണ് കേട്ടോ. തിരിച്ചു വരുമ്പോ കാണാം. ആയിരുന്നോ? Are you scared? Are you excited? Yeah. Yay, there you go. Okay. There you go. There you go. Bye bye. You guys going together? Yeah. Yeah, cool. So you're going to jump at the front right here? There you go. There we go. You okay? Cool. And Dad, you're going to jump just behind here. Okay. Have fun. There you go. Bye. Go fast. Papa. Fast ഒക്കെ പോടാ. Welcome to the Rail Rider Mountain Not too fast. Golden Sky Bridge. Papa. Don't worry. Slow, slow, slow. Here we go. Slow. More faster. ആദ്യത്തെ പ്രാവശ്യം ഞാനും ആയിരം പോയി. ഈ പ്രാവശ്യം ഞാനും റോണും കൂടെ പോവാണ്. റോണുവിന് ഫാസ്റ്റ് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം You okay? എൻ്റെ കൂടെ ഞാനാ ഫാസ്റ്റിൽ പോയത്. നമ്മുടെ ക്യാപ്പ് അവിടെ വെച്ചു. Your right hand side. കുഞ്ഞുട്ടാ ഒരു മിനിറ്റ് കേട്ടാ കുഞ്ഞു. Okay, you ready? Push down. Yeah. Papa, you know how to control this thing? Welcome to the Rail Rider Oh, I know. at the Golden Sky Bridge. Please keep your seatbelts buckled and your hands and feet inside Papa, we're behind you. Yay. the cart in front of you. You should increase your distance to See, 100 Amma and feet Rono for is wet going feet. there. There are signs along the I can see you guys. Yay, they are going very fast. Oh, yeah. Okay. Papa is holding brake little bit, okay? When you okay? Thank you. Boom, 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 boom. Here we go. Woo! Hey! Hello! Faster? എന്ത് അറിയാത്ത പപ്പേനെ ഫീൽ പോകുന്നത്? Faster! അയ്യോ പപ്പയ്ക്ക് പേടിയാവേ. അയ്യോ നിലവിളി. Papa, we need some break. Follow the lights ahead. That means stop. Green means go. Oh, green. Okay. Papa, are we done? Are we done? No. You're almost. Almost done? Yeah. No, again. ഇനി again ഇല്ല. Why? Because we already Hey! Haru, look. The lower bridge, Haru. Oh my God. go faster, Papa. ഇനി പാസ് ചെയ്യാൻ പറ്റില്ലടാ. Why?
We are done actually. Oh! There we go, guys. കുഞ്ഞാപ്പി പപ്പേനെ സ്പീഡിലാക്കി. അങ്ങനെ ഞങ്ങളിത് ആ റെയിൽ റൈഡർ മൗണ്ടൻ കോസ്റ്ററൊക്കെ 2 പ്രാവശ്യം ചെയ്തിട്ട് ഞങ്ങൾ എല്ലാവരും ചെയ്തു. കാരണം ഞങ്ങൾ എക്സ്ട്രാ ടിക്കറ്റ് എടുത്തു. അത്ര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഇപ്പോഴത്തെ സിപ്പ് ലൈൻ ചെയ്യാൻ വന്നേക്കുക. എന്താണെന്ന് അറിയില്ല, ഉള്ളിൻ്റെ ഉള്ളിൽ മറ്റേ വയറിൻ്റെ അടിയിൽ നിന്നൊക്കെ മറ്റേ ഏതാണ്ടൊക്കെ ഫയറൊക്കെ ഇട്ട് കത്തിച്ച പോലെയൊക്കെ ഫീൽ ചെയ്യും. നല്ല ഉള്ളിൻ്റെ ഉള്ളിൽ നല്ല ടെൻഷനുണ്ട്. പക്ഷെ ബ്രേവ് ആണെന്ന് വീണ്ടും ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് തന്നെ വെച്ച കാലം നമ്മള് തിരിച്ചടിക്കില്ല. മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തന്നെ. അയ്യോ എന്റെ ദൈവമേ, കാത്തോണ്ടേ, ധൈര്യമായിട്ട് പോവാടാ. കമോൺ എവരിബഡി, കമോൺ. Amman Cheta is taking. Okay, buddy, what we're going to get you to do is have a seat for me, please. Put that tag straight in there. Yeah. Put that straight through there. Your armies through that. എന്റെ ഉള്ളൊക്കെ കത്തി തുടങ്ങി. വാരം ഇവിടെ കൊച്ചിന് തണുക്കുണ്ടാ. Papa, remember I can go on the stairs? I can't. I'm not allowed to go on the stairs, right? Cheta is here. Cheta is in the top. If you be scared, then I'll call you a scaredy cat, okay, Cheta? അവിടെ കേട്ടോ. Go! I can't see anything. Yeah, we did it, guys, we did it. പറഞ്ഞു കൊടുക്കുമ്പോ സിപ്പ് ലൈൻ. I did it! How was your experience, Rono? Good. I want to go again, but we cannot go again. I was scared, but then I was like, oh no, I'm going to get scared, so I'm going to go with Papa. So then I went. But there was a thingy, but it scared me. What? ഓക്കെ, ഞങ്ങൾ സിപ്പ് ലൈൻ പോയി. അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. വേറെ എന്തോ ഒരു സംഭവം. മൗണ്ടൻസിൻ്റെ ഇടയിൽ കൂടെ പോയത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. പോകാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോകണം. ഒട്ടും പേടിയില്ല, പേടിപ്പിക്കുന്നൊന്നുമില്ല കേട്ടോ. കാര്യം എൻ്റെ വയറൊക്കെ കത്തിയതൊക്കെ പറഞ്ഞെങ്കിലും അവിടെ എത്തി അത് പിടിപ്പിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഓക്കെ ആയിരുന്നു. ഇവൻ വിറയ്ക്കുമായിരുന്നു, പക്ഷേ ഇവനും എൻജോയ് ചെയ്താൽ പോകുന്നത്. ഒള്ളി തിങ്, കൊച്ചായതുകൊണ്ട് നമുക്ക് അവിടെ എത്തുമ്പോൾ കാല് കുത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇവൻ തിരിച്ചു പോയി. അതിൽ മാത്രമേ എനിക്ക് ഒരിച്ചിരി പേടിയായി. പിന്നെ അവർ റോപ്പ് എറിഞ്ഞു കൊടുത്തപ്പോൾ ഇവൻ അത് ക്യാച്ച് ചെയ്തു. ബ്രേവ് ബോയാണ് ആ ഒരു കാര്യത്തിൽ എൻ്റെ കൊച്ച്. അവർ ആ റോപ്പ് എറിഞ്ഞു കൊടുത്തപ്പോൾ കറക്റ്റായിട്ട് അവൻ ക്യാച്ച് ചെയ്തുകൊണ്ട് അവർ പുള്ളി ചെയ്ത് അവനെ എത്തിച്ചു. അതാണ് ഇവനിപ്പോൾ പറഞ്ഞ കഥ. അവിടെ മാത്രം ഞാനും പേടിച്ചു, ഇവനും പേടിച്ചു. അല്ലാണ്ട് ഭയങ്കരമായിട്ട് എൻജോയ്മെൻ്റ് ആണ്, ഒരു പേടിയില്ല, ഒന്നുമില്ല. എന്നിട്ട് ഇവന് രണ്ടാമത് പോകണമെന്ന് പറഞ്ഞ് വഴക്കിട്ടുകൊണ്ടിരിക്കുന്ന രംഗാണിത്. അശത്തി വിശന്ന് തളർന്നു, തണുപ്പുണ്ട്, നല്ലതായിട്ട് ഫ്രീസിങ് ആണ്. അതുകൊണ്ട് ഞങ്ങൾ ഓടാൻ പോവാണ്. ഇനി ഒരു ലോവർ ബ്രിഡ്ജ് ഉണ്ട്, അത് പാസ് ചെയ്തിട്ടാണ് നമുക്ക് എൻട്രൻസിലേക്ക് പോകാൻ പറ്റുള്ളൂ. എക്സിറ്റിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിലേക്ക് പോകാൻ നമുക്ക് വേഗം വായോ. ഇതിലേക്ക് പോവാണ്. ഇത് കൂടെ കഴിഞ്ഞാൽ നമ്മൾ എക്സിറ്റ് ആണ് കേട്ടോ. എക്സിറ്റിലേക്ക് പോകാൻ പോണേ. സോ ലെറ്റ്സ് ഗോ ഗൈസ്, വേഗം വാ. ഇത് അത്രയും പേടിയില്ല കേട്ടോ. ഇത് ഒട്ടും പേടിയില്ലാത്ത ഒരു ലോവർ ബ്രിഡ്ജ് ആയത്. താഴ്ന്നിരിക്കുന്ന ഒരു ബ്രിഡ്ജാണ്. മറ്റേത് അപ്പറാ, ലൈക്ക് വെരി ഹൈ. ഇതും ദ സെയിം വേ തന്നെയാണ്, ആട്ടവും ഷെയ്ക്കും ഒക്കെ. Oh my god. റോണു ഓടി വാ റോണു. ഞങ്ങൾ ഫാമിലി ആയിരുന്നു. നോക്കിയപ്പോൾ ഒന്ന് നോക്കിയടാ, ഇവള് ഭയങ്കര ടയേർഡായി. ഫ്രീസിങ് റെയിൻ ആയതുകൊണ്ട്. അനക്കണ്ട് വെക്കി. അപ്പോൾ നമുക്ക് പക്ഷേ ഇതിൽ കൂടെ പുറത്തേക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. അയ്യോ, ദാ നമ്മുടെ ദിവസം തീരാറായി ചായ, നമ്മുടെ ട്രിപ്പിന്റെ.
അപ്പൊ അങ്ങനെ ഞങ്ങള് ഗോൾഡൻ സ്കൈ ബ്രിഡ്ജ് എല്ലാം കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. എങ്ങോട്ട് വന്നിരിക്കുന്നു? ഫുഡ് കഴിക്കാൻ. ഞങ്ങൾ ആക്ച്വലി മാക്കിന്ന് പിള്ളേർക്ക് ഫുഡും നമുക്ക് AW ബർഗറും ഒക്കെ മേടിച്ചു കേട്ടോ. നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഇനിയിപ്പം നമ്മൾ പോവാണ് നമ്മുടെ വീട്ടിലേക്ക്. ട്രിപ്പിന്റെ സന്തോഷം എല്ലാം കഴിഞ്ഞു. അപ്പൊ ഞങ്ങളുടെ ട്രിപ്പ് നിങ്ങളും പൊളിച്ചില്ലേ? ഞങ്ങൾ അടിച്ചു പൊളിച്ചു തകർത്തു. സിപ്പ് ലൈനാണ് ഏറ്റവും കൂടുതൽ അല്ലേ ചായ? ഇച്ചാനേതാ? എല്ലാം ഓക്കെ ആയിരുന്നു. ഒന്നും പറയാനില്ല. അടിച്ചു പൊളിച്ച് തകർത്തു ഈ ഒരു 4 ദിവസത്തെ ട്രിപ്പ്. അപ്പൊ എന്തായാലും നിങ്ങളും എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പൊ ബൈ ബൈ, താങ്ക് യു. കാര്യം ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഞങ്ങൾ വിചാരിച്ചു ഏതായാലും ഇവിടെ വരെ വന്നതല്ലേ, അപ്പൊ ടക്കാക്കോ വാട്ടർഫോൾസും കൂടെ കണ്ടിട്ട് പോയാൽ മതിയെന്ന്. അപ്പൊ അങ്ങനെ ഞങ്ങൾ ചുരം കയറുകയാണ്. കക്കാക്കോ വാട്ടർഫോൾസിലേക്ക് പോണെങ്കിൽ നമ്മളിങ്ങനെ ചുരം കയറി പോണം. അങ്ങനെ നമ്മൾ തക്കാക്കോ വാട്ടർഫോൾസിന്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ചക്കാക്കോ വാട്ടർഫോൾസിന്റെ അവിടെ എത്തി. നല്ല തണുപ്പുണ്ട്, ഫ്രീസിങ് റെയിൻ ആണ്. പക്ഷെ എന്നാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് അതും കൂടി കാണാതെ പോയി കഴിഞ്ഞാൽ മോശമാണ്. അതുകൊണ്ട് അതും കൂടെ കാണാമെന്ന് വിചാരിച്ചു. ഈ സാധനം അവിടെ നിന്ന് കിട്ടിയത് ഭാഗ്യം. റെയിൻകോട്ട് നമ്മൾ കളയാത്തത് കൊണ്ട് രക്ഷയില്ല. ചക്കാക്കോ വാട്ടർഫോൾസിലേക്കുള്ള പാലം. ഇത് ഭയങ്കര എക്സ്പീരിയൻസ് ആട്ടോ. എന്താണ് വ്യൂ, ഒന്നും പറയാനില്ല. കേരളത്തിൽ ഇത്രയും വലിയ ഫോൾസ് ഒക്കെ ഉണ്ടോ? ഇല്ലേ? ഉണ്ടാവോ? എനിക്കറിയില്ല. ഞാൻ ഇതുവരെ ഒരു ഫോൾസും കണ്ടിട്ടില്ല. ഇവിടുത്തെ അദവാസ്ക ഫോൾസ് ജാസ്പറിൽ അന്ന് പോയി കണ്ട ട്രിപ്പ് നിങ്ങൾക്കറിയാലോ. അതും ഇതുമാണ് കേട്ടോ എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടേക്കുന്ന ഫോൾസ്. ഈ ഒരു ഫോൾസിൽ നിന്ന് മാത്രം വരുന്ന വാട്ടറാണ് കേട്ടോ. ഇത്രയും വെള്ളം ചിന്തിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇതോടുകൂടി നമ്മുടെ ട്രിപ്പ് ഇവിടെ തീരുകയാണ്. ഇനി നമ്മൾ നേരെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. എന്തെങ്കിലും കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അതെ, 12 മണിയായി രാത്രി. ഞങ്ങൾ 11:30 ആയപ്പോൾ എത്തിയിട്ടോ. സാധനങ്ങളൊക്കെ വണ്ടിയിൽ നിന്ന് കയറ്റി വെക്കാനെടുത്ത സമയമാണിത്. അരമണിക്കൂർ. പിള്ളേർ രണ്ടുപേരും ഉറങ്ങിപ്പോയായിരുന്നു. ഇപ്പോൾ വിളിച്ച് എണീപ്പിച്ചു. ഇനിയിപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റി ഒന്ന് ഫ്രഷ് ആക്കിപ്പിച്ചിട്ട് വേണം കിടത്താൻ. അപ്പോൾ ഞങ്ങളിതാ സേഫായിട്ട് വീട്ടിലെത്തി എന്നും കൂടി നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് തോന്നി. അപ്പോൾ ഈ ഒരു ജേർണിയിൽ മുഴുവൻ നിങ്ങളും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അല്ലേ? ദൈവാനുഗ്രഹിച്ച് എല്ലാം നല്ല രീതിയിൽ ഭംഗിയായിട്ട് പോയി. യാത്രയെല്ലാം സുഖകരമായിരുന്നു. അപ്പോൾ എനിവേസ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.